Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ എൻഡവർ ആണെങ്കിൽ ഹെയ്മുറ ഫാമിലിയിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ സ്പെഷ്യൽ പവർ ഐസ് പവറാണ്. അവിടെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നതാണ് എൻഡവറിന്റെ ലക്ഷ്യം. അതായത് ടോട്ടറോക്കിയുടെയും അവന്റെ ബ്രദേഴ്സിന്റെ അമ്മയെ. ടോട്ടറോക്കിക്ക് ആവശ്യം ഒരു നല്ല വൈഫിനെയോ കമ്പാനിയനെയോ ഒന്നും ആയിരുന്നില്ല. അവളുടെ ആ ഒരു ഐസ് പവറിനെ ആയിരുന്നു. ടോട്ടറോക്കിയുടെ ഫയർ പവറും അതുപോലെ തന്നെ അവളുടെ ഐസ് പവറും അത് രണ്ട് കമ്പൈൻ ചെയ്ത് ടോട്ടറോക്കി പോലെ കമ്പൈൻഡ് പവറുള്ള ഒരു കുട്ടിയെ ജനറേറ്റ് ചെയ്തെടുക്കുക. അതിലൂടെ നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ടുള്ള ആൽമൈറ്റിനെ തോൽപ്പിക്കുക. അതാണ് എൻഡവറിന്റെ ഏക ഉദ്ദേശം. അതിനെ പിന്തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് എത്തിയത്. എൻഡവറിന്റെ വൈഫിന്റെ ഫാമിലി അതൊരു നല്ല പേരുകേട്ട ഫാമിലി ആണെങ്കിലും അവരിപ്പോൾ ഫിനാൻഷ്യലി അല്പം വറീഡാണ്. അവൾക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം എൻഡവർ അവളുടെ പവറിന് വേണ്ടി മാത്രമാണ് അവളെ സ്വീകരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ പാരൻസിന്റെയും എൻഡവറിന്റെയും താല്പര്യത്തെ പ്രതി അവൾ അതിന് വഴങ്ങിക്കൊടുത്തു. അവൾക്കാണെങ്കിൽ ഫ്ലവർ അത് വളരെ ഇഷ്ടമാണ്. സോ അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ പ്രസന്റിൽ ഒരു വയലറ്റ് ഫ്ലവർ ഇപ്പൊ എൻഡവറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ ചോദിക്കും. അതിനവൾ പറയും, ഞങ്ങൾ ഓക്കെ അല്ല. ഞങ്ങൾ മാത്രമല്ല, ഈ ഒരു സിറ്റിയും നമ്മുടെ ഈ ഒരു മേഖല തന്നെ ഇപ്പൊ വലിയ അപകടത്തിലാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഫാമിലി എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എൻഡവറിനാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടി കൂടി വരും. ആളുടെ മകൻ തന്നെയാണ് ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ശത്രുക്കളിൽ പ്രബലനായ ഒരാൾ. ഇതാ ഇവിടെ ഡാബിയെ കാണിക്കും. അവനാണെങ്കിൽ ഹായ് ആയിട്ട് ഏതോ ഒരു ആളില്ലാത്ത വീട്ടിൽ കിടക്കുകയാണ്. അവനവന്റെ ബോഡിയിലേക്ക് നോക്കും. കുഴപ്പമില്ല, കുറച്ചധികം പരിക്കുകൾ പറ്റിയെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഹീലാവുന്നുണ്ട്. ഷോക്കാക്കിയത് എന്റെ അച്ഛൻ എൻഡവറിന്റെ എക്സ്പ്രഷനാണ്. ആൾ ഇത്രയും വേഗം തകർന്നു പോകുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ അത്രയൊക്കെ സംഭവിച്ചാലും ആളുടെ ജീവന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ആള് അവർ വേണമെന്ന് വെച്ച് മരിക്കാൻ ശ്രമിച്ചാൽ പോലും ആൾക്ക് മരിക്കാനായിട്ട് കഴിയില്ല. കാരണം അദ്ദേഹം നമ്പർ 1 സൂപ്പർ ഹീറോ ആണ്. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. എന്റെ അച്ഛൻ എൻഡവറിനെ കൂടുതൽ ട്രോമയിലേക്ക് തള്ളിവിടണം. അദ്ദേഹത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് തകർത്തണം എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ടിരിക്കും. പക്ഷെ അതേസമയം എൻഡവറിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ മുഴുവൻ സപ്പോർട്ടും കൂടെയുണ്ട്. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പത്തിൽ എൻഡവർ ആണെങ്കിൽ ടോബിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാം തന്നെ കൊടുത്തിരുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്രെയിനിങ് കുറച്ചു. ആണെങ്കിൽ ടെൻഷനാവും, എന്തുകൊണ്ടാണ് പഴയതുപോലെ എനിക്ക് ട്രെയിനിങ് തരാത്തത്? എനിക്ക് വലിയൊരു സൂപ്പർ ഹീറോ ആയി മാറണം. അതിന് അദ്ദേഹം അവനോട് മറുപടി പറയും, ഇപ്പോൾ നിനക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഞാൻ തന്നു കഴിഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ട്രെയിനിങ് അത് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് ആൾ കടന്നുപോകും. സത്യത്തിൽ എൻഡവർ കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് അവന്റെ ബോഡിയിൽ പരുക്കുകളും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സും കണ്ടു തുടങ്ങിയിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ട്രെയിനിങ് കുറച്ചത്. ഈ കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് ഡോക്ടർ മറുപടി കൊടുത്തത് അവന്റെ ഉള്ളിലെ ഫയർ പവർ അത് വളരെ കൂടുതലാണ്. പക്ഷേ അവന്റെ ബോഡിക്ക് ഫയർ താങ്ങാനുള്ള കഴിവ് അത് കുറവാണ്. അവന്റെ അമ്മയുടെ പവർ പോലെ കോൾഡ് കൂടുതലായിട്ട് താങ്ങാനുള്ള കഴിവാണ് അവന്റെ ബോഡിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവന് ഫയർ പവർ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അവൻ ആ പവർ ഉപയോഗിക്കുന്നത് നിർത്തുന്നതാണ് അവന് നല്ലതെന്ന് ഡോക്ടർ പറയും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവന് തന്നെ വലിയ വിപത്തായി മാറും. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ എൻഡവറിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. കാരണം ആൽമൈറ്റിനെ കഴിഞ്ഞും വലിയൊരു സൂപ്പർ ഹീറോ ആക്കി മാറ്റാനാണ് ഡോബിയെ അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ അവന്റെ അവസ്ഥ അതിപ്രകാരമായി മാറിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോ ഡോബിയും അവന്റെ സിസ്റ്റർ ടോയയും അവർ രണ്ടുപേരും TV കാണാണ്. ആണെങ്കിൽ ടെൻഷനായി അവന്റെ സിസ്റ്ററിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് പപ്പ എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് തരാത്തത്? ട്രെയിനിങ് എടുക്കുമ്പോൾ കുറച്ച് പരിക്കുകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ സാധാരണമല്ലേ? ഇതിനവളാണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് പറയും, നിന്റെ ബോഡിയിൽ അപ്രകാരം പരിക്കുകൾ പറ്റുന്നത് പപ്പയ്ക്ക് സഹിക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ട്രെയിനിങ് തരാത്തത്. അവനാണെങ്കിൽ അത് കേട്ട് ദേഷ്യപ്പെടും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ട്രെയിനിങ് എടുക്കാൻ നിൽക്കാനായിട്ട് കഴിയില്ല. നീയും ഒരു വെഡ്ഡിയായ സിസ്റ്ററാണ്, നിങ്ങൾക്ക് ആർക്കും എന്റെ ഫീലിങ്സ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കടന്നുപോകും. സത്യത്തിൽ അവന്റെ സിസ്റ്ററിനും അവന് ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ ബോഡിയിൽ അപ്രകാരം ഹേർട്ട് ആവുന്നത് അവൾക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ എൻഡവറിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് സ്ട്രെസ് തോന്നും. ആ സമയത്ത് ആളുടെ വൈഫ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും എൻഡവർ വിട്ടുകൊടുക്കാതെ എങ്ങനെയെങ്കിലും ആൽമൈറ്റിനെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് നട്സു എന്ന മകൻ അവൻ ജനിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടോഡറോക്കി ജനിക്കും. ടോഡറോക്കി കാണുമ്പോൾ എൻഡവറിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഐസ് പവറും ഫയർ പവറും അത് ഒരുമിച്ച് വന്നിരിക്കുന്നത് അവന് മാത്രമാണ്. പക്ഷെ ടോഗയാണെങ്കിൽ എന്റെ പപ്പ
ആഗ്രഹിച്ചതുപോലെ ആൽമൈറ്റിനെ കഴിഞ്ഞു വലിയൊരു സൂപ്പർ ഹീറോ ആവാനായിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശമില്ലാതെ മലയുടെ മുകളിൽ പോയി കഠിനമായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ടോഗയാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് അവന്റെ ബോഡിയിൽ പരിക്കൊക്കെ പറ്റിച്ചായിരിക്കും തിരികെ വീട്ടിലേക്ക് എത്തുക. ആ കാര്യം മനസ്സിലാക്കിയ എൻഡവർ ആണെങ്കിൽ അത് അവനോട് ദേഷ്യപ്പെടും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ട്രെയിനിങ് എടുക്കാനായിട്ട് പാടില്ല എന്ന്. ലൈഫിൽ സക്സസ് ആവുക എന്നത് സൂപ്പർ ഹീറോ ആയി മാറിക്കൊണ്ട് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. നിന്റെ ബ്രദറിനോടും സിസ്റ്ററിനോടൊക്കെ ചേർന്ന് കളിച്ചും ചിരിച്ചും നീ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നീ ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്ന് പറയും. അതിനവൻ പറയും, ഞാൻ നമ്പർ 2 സൂപ്പർ ഹീറോയുടെ മകനാണ്, എൻഡവറിന്റെ മകൻ. എന്നെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എനിക്ക് അതൊക്കെ തന്നെ ഫുൾഫിൽ ചെയ്യണം. വെറുതെ ഇരിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് തീർത്തു പറയും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ 2 പവറുള്ള മകനെ നിങ്ങൾക്കിപ്പോൾ കിട്ടി. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തഴയുന്നതെന്ന് പറഞ്ഞ് അവൻ ഫയർ പവർ ഉപയോഗിച്ച് ടോഡറോക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എൻഡവറും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ടോഡറോക്കെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എൻഡവർ ആണെങ്കിൽ തന്റെ വൈഫിനോട് പറയും, ഒരു കാരണവശാലും ടോഗ പയ്യൻ ടോഡറോക്കിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, നീ അവരെ ശ്രദ്ധിക്കണം. ഞാൻ നമ്പർ 2 സൂപ്പർ ഹീറോ ആണ്. എനിക്ക് ഇപ്രകാരം ഫുൾ ടൈം വീട്ടിലിരിക്കാനായിട്ട് കഴിയില്ല. എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ഏറ്റെടുത്ത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടോഗയെ ഇപ്പോൾ അവന്റെ സിസ്റ്ററും ബ്രദറും കളിക്കാനായിട്ട് വിളിക്കുകയാണ്. ഒരുപാട് നേരം അവർ വിളിച്ചത് കണ്ട് അവനും ഇപ്പോൾ അവരോടൊപ്പം കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ലോങ് ഷോട്ടിലായിട്ട് ടോഡറോക്കി ആണെങ്കിൽ അവന്റെ സിബ്ലിങ്സ് കളിക്കുന്നത് നോക്കി നിൽക്കും. ഉടനെ എൻഡവർ ആണെങ്കിൽ അവനെ പിടിച്ചു വലിക്കും. നീ ഇപ്പോൾ കളിച്ചു നടക്കാനുള്ള സമയമല്ല, എനിക്ക് ഒരുപാട് ട്രെയിനിങ് എടുക്കാനുണ്ട്. ടോഡറോക്കി ആണെങ്കിൽ കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ വിടണം, എനിക്കും എൻ്റെ സിസ്റ്റേഴ്സിനോടും ബ്രദറിനോടും ഒപ്പം കളിക്കണം. ടോബിയുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കാനാണ് ടോഡറോക്കി അവിടുന്ന് മാറ്റിയത്. പക്ഷേ ടോഡറോക്കിയും അദ്ദേഹത്തിന്റെ മകൻ ടോബിയും അവർ രണ്ടുപേരും അത് തെറ്റായ ആംഗിളിലായിരിക്കും എടുക്കുക. ടോബിയാണെങ്കിൽ അവന്റെ ബ്രദർ നട്സുവിനോട് ആ കാര്യം പറയും. നട്സു ആണെങ്കിൽ ടോബിയോട് പറയും, നീ ഈ കാര്യം കുറച്ചു നേരം നിന്റെ സിസ്റ്ററിനോട് പോയി പറ, ഇത് കേട്ട് ഞാൻ മടുത്തു എന്ന് പറയും. അവനാണെങ്കിൽ ദേഷ്യം തോന്നും, എന്റെ ഇമോഷൻസ് എങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്നത് നിന്റെ അടുത്തായിരുന്നു, പക്ഷെ നീയും ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ ചോദിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടോബി ആണെങ്കിൽ ഇന്നത്തേതും പോലെ അവൻ ഒറ്റയ്ക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് മലമുകളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് അവന്റെ അമ്മയാണെങ്കിൽ അവനെ തടയും. നിന്റെ അച്ഛനെ പോലെയായി മാറാൻ നീ ശ്രമിക്കരുത്. ഈ ലോകത്ത് പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ലൈഫ് കിട്ടുമെന്ന് പറയും. അതിനവനാണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് അവന്റെ അമ്മയെ നോക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നിങ്ങളൊരു യൂസ്ലെസ് ആണെന്ന്. അതുകൊണ്ടാണ് എൻഡവറിന് നിങ്ങളെ വിറ്റത്. അതുപോലെ ഒരു യൂസ്ലെസ് ആയിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറയും. അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ അമ്മ ഞെട്ടും. അവനാണെങ്കിൽ അമ്മയോട് ഫുൾ കലിപ്പില് ഇപ്പോൾ മലമുകളിലേക്ക് ട്രെയിനിങ്ങിന് പോവാണ്. ദിവസങ്ങൾക്കൊടുവിലെ ട്രെയിനിങ്ങിന് ശേഷം അവന്റെ ആ ഒരു റെഡ് ഫ്ലെയിം ഇപ്പൊ ബ്ലൂ ഫ്ലെയിമായി മാറിയിരിക്കുകയാണ്. അവന് തന്നെ അത് കാണുമ്പോൾ അത്ഭുതം തോന്നും. തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ ഇത് കാണുകയാണെങ്കിൽ അത്ഭുതപ്പെടും. അച്ഛൻ എൻ്റെ പവർ എന്താണെന്ന് തിരിച്ചറിയുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ കാര്യം അച്ഛനോട് പറയും. അച്ഛനാണെങ്കിൽ അവന്റെ വയറിലെ ആ ഒരു ദിക്കുകൾ കണ്ട് അവനോട് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ട്രെയിനിങ് എടുക്കാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും നീ അതന്നെ ചെയ്യാണോ ചോദിച്ച് അവനോട് ദേഷ്യപ്പെടും. അവനാണെങ്കിൽ അച്ഛൻ പറയുന്ന സീരിയസ്നെസ് മനസ്സിലാക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനി നമ്പർ 1 സൂപ്പർ ഹീറോ ആവാൻ പോകുന്നത് ഞാനായിരിക്കും, ഉറപ്പായാലും അച്ഛൻ്റെ അഭിമാനം ഞാൻ കാക്കും. അത് കേട്ട് ദേഷ്യം വന്ന അവരാണെങ്കിൽ തന്റെ വൈഫിനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച ആഞ്ഞടിക്കുകയാണ്. അവനെ ട്രെയിനിങ്ങിന് വിടാൻ പാടില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അത്രയും കാലവും മനസ്സിൽ ഒതുക്കി വെച്ച ദേഷ്യം അത് ഇപ്പൊ എൻഡവറിന്റെ വൈഫ് അവനോട് തുറന്നു കാണിക്കും. ഒന്നല്ല, ഒരു 100 തവണ അവനെ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവൻ എൻ്റെ വാക്കുകൾക്ക് ചെവി തരാറില്ല. അവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെല്ലാവരും എന്നെ വെറും ഒരു ടൂളായിട്ട് മാത്രമാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞ് എല്ലാം തുറന്നു പറയും. തുടക്കം മുതൽ നിങ്ങളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഭീഷണിക്ക് വഴങ്ങിയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അത് എൻഡവറാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ മക്കളെ കൺട്രോൾ ചെയ്യാൻ നീ ഇനിയെങ്കിലും പഠിച്ചേ പറ്റൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു ദിവസം ടോഗയെ കണ്ട് ഭയപ്പെട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ ദേഹത്തേക്ക് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കും. അതിനുശേഷമാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി അവർ പുറത്തേക്ക് പോയത്. പിന്നീട് ടോഗയെ കൺട്രോൾ ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഇഷ്ടത്തിന് ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോയി. അവനാണെങ്കിൽ അവൻ്റെ ഓവർ ഇമോഷൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഫയർ പവർ അങ്ങനെ പുറത്തേക്ക് വന്ന് അവൻ്റെ ബോഡി അടക്കം കത്തി എരിയാണ്. ആ ഒരു പ്രദേശം മുഴുവൻ തീ പിടിച്ചെരിയും. എൻഡവറും ആൾക്കാരും എല്ലാവരും ആ ഒരു കാര്യം കണ്ട് ഷോക്കാവും. തന്റെ മകൻ മരിച്ചുവെന്ന് ആ നിമിഷം മുതൽ എൻഡവർ ഉറപ്പിക്കും. പിന്നീട് തന്റെ പ്രതീക്ഷയെല്ലാം തന്നെ ടോഡറോക്കിയുടെ മേലെയാണ് അദ്ദേഹം വെച്ചത്. ടോഡറോക്കിക്കാണെങ്കിൽ എൻഡവറിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. കാരണം അവന്റെ അമ്മയോട് ചെയ്ത ക്രൂരതകൾ അത് നേരിട്ട് തന്നെ ടോഡറോക്കി കണ്ടതാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അദ്ദേഹത്തിന്റെ മക്കളാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ അല്പം കൂടെ കെയർഫുള്ളായി മക്കളെ ഹാൻഡിൽ ചെയ്യായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം വരില്ലായിരുന്നു. പക്ഷേ ടീഫ ആണെങ്കിൽ അവൾ കൊണ്ടുവന്ന പൂ എൻഡവറിന് കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പമുണ്ട്, നമുക്ക് ഒരുമിച്ച് അവനെ ചെറുത്ത് നിൽക്കണം, നിങ്ങൾ ഡോബിയോട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് എൻഡവർ ഞെട്ടും. ടോഡറോക്കി ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് നേരെ കൈ നീട്ടും. നിങ്ങളോടൊപ്പം ഈ ഒരു മിഷനിൽ ഞാനും ഉണ്ട്, ഉറപ്പായാലും നമുക്ക് അവനെ തോൽപ്പിക്കാമെന്ന് പറയും. അത് കേട്ട് എൻഡവറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ സമയത്ത് ഓക്സും ടീനിയസ്റ്റും അവർ രണ്ടുപേരും ഇപ്പൊ എൻഡവറിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അകത്തേക്ക് വന്ന അവർ രണ്ടുപേരും ഇപ്പൊ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാണ്. ആ ട്രൈബ് മാൻ ഡബോറ
ആൽഫാർ 1 അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വില്ലന്മാരെല്ലാവരും അവരുടെ ഇത്രയും കാലം അടക്കി വെച്ചിരിക്കുന്ന ഫ്രസ്ട്രേഷൻ അതെല്ലാം സിറ്റിക്ക് നേരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സൂപ്പർ ഹീറോസിൽ പലരും ഇപ്പോൾ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞു. ജനങ്ങളെല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അയൽ രാജ്യത്തിൽ നിന്ന് അല്പ സൂപ്പർ ഹീറോസിനെ കടമെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ സേഫ്റ്റി കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ 2 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണെന്ന് പറയും. അത് കേട്ട് എൻഡവറിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ടോബിയെ തോൽപ്പിക്കാനും പബ്ലിക്കിനെ കുറേയൊക്കെ മനസ്സിലാക്കിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നു പറയും. എൻഡവറിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ആൾ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കരുതിയ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കുകയാണ്. ഉടനെ അവരെല്ലാവരും ഇപ്പോൾ എൻഡവറിനോട് 1 for all എന്ന് വെച്ചാൽ എന്താ ചോദിക്കും. അത് കേട്ട് എൻഡവർ ആണെങ്കിൽ ആലോചിക്കുകയാണ്. കാരണം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോ പയ്യൻ ഇസുക്ക് അവനാണെങ്കിൽ ഡബോറ 1 for all പവർ എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ പോകുന്നത് കണ്ടു. ആ സമയത്ത് ഇസുക്കും അവൻ എന്നെയാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡൈവേർട്ടായി മാറി. സോ അതിനർത്ഥം 1 for all എന്താണെന്ന് ഇസുക്ക് പയ്യൻ അറിയാം. അവനോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത കച്ചാ പയ്യനാണെങ്കിൽ ബഹളം വെക്കുകയാണ്. ഇസുക്ക്, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാത്തത്? വേഗം എഴുന്നേക്കെന്ന് പറഞ്ഞ് അവൻ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ടൊക്കയാമയും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആയിരിക്കുകയാണ്. ഇവിടെ കച്ചാ പയ്യനെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ തൂക്കിയെടുത്തോണ്ട് വരും. ആ സമയത്ത് ജീനിയസ്റ്റും കൂട്ടരും ഓപ്പോസിറ്റ് കടന്നു വരികയാണ്. ഉടനെ കച്ചാ പയ്യനെ ചുമന്നുകൊണ്ട് പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, നിങ്ങൾ ഇസുക്കിനെ കാണാനാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് ആൽമൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്കൊരു സംശയം തോന്നുകയാണ്. കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന എന്തോ രഹസ്യം അത് ഇസുക്ക് പയ്യന്റെ പക്കലുണ്ട് എന്ന്. ഇപ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ ഇസുക്ക് പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.